അപ്പോൾ നമ്മൾ അടുത്തായിട്ട് പോണത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉയരം കൂടിയ ക്ഷേത്രങ്ങളിലൊന്നായ ബൃഹദീശ്വര ക്ഷേത്രത്തിലേക്കാണ്. തഞ്ചാവൂരുള്ള ഒത്തിരി ദൂരം തന്നെ നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഇത് കാണാമായിരുന്നു കേട്ടോ. അപ്പം തന്നെ നമുക്ക് എക്സൈറ്റ്മെൻറ്റ് കൂടി. നമുക്ക് ഡൗട്ടായിരുന്നു, ഇതന്നെയാണോ നമ്മൾ കാണുന്ന ക്ഷേത്രം എന്നൊക്കെ തന്നെ ഡൗട്ട് അടിച്ചു. പിന്നെ അവിടെ എത്തിയപ്പോഴും കുഞ്ഞ് ഉറങ്ങുകയാണ്. സ്ഥലത്തെത്തിയപ്പോഴും കുഞ്ഞ് എണീറ്റു, വേറെ കാര്യം. ആൾ വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ ഉറങ്ങും, വണ്ടി സ്റ്റോപ്പ് ചെയ്താൽ അവിടെ എണീക്കും. അപ്പം ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലെ കവാടാണ് കേട്ടോ ഈ കാണുന്നത്. ആദ്യം കാണുന്ന ഈ ഗോപുരം 5 നിലയുള്ളതാണ്. ഇതിൻ്റെ പേര് കേരളാന്തകൻ തിരുവയൽ എന്നാണ്. അതായത് ചോള രാജാക്കന്മാർ കേരളത്തിലെ രാജാവായിരുന്ന ഭാസ്കര രവിവർമ്മയെ കീഴ്പ്പെടുത്തിയതിന് ശേഷം നിർമ്മിച്ചതാണ്. അതായത് ക്ഷേത്രം നിർമ്മിച്ച് 8 വർഷത്തിന് ശേഷമാണ് ഈ ഫ്രണ്ടിൽ കാണുന്ന ആ ഗോപുരം ഉണ്ടാക്കിയത്. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയുടെ തീരത്താണ്. ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് ചോള രാജവംശത്തിലെ പ്രമുഖനായ രാജരാജ ചോഴൻ AD 985 ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത്. ഈ ക്ഷേത്രത്തിൻ്റെ ചുവരുകളിലുള്ള കൊത്തുപണികളൊക്കെ ചോള രാജാക്കന്മാർ നടത്തിയ വീരസാഹസിക കഥകളും അതുപോലെ തന്നെ അവരുടെ കുടുംബ പരമ്പരയും ഒക്കെയാണ് കൊത്തുപണിയിലൂടെ നമുക്ക് കാണിച്ചു തന്നേക്കണേ. നമ്മളവിടെ എത്തിയ ടൈം കറക്റ്റ് നട തുറന്ന് നിൽക്കണ ആ ഒരു ടൈമായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ വേഗം ഓടിക്കയറി, ഭയങ്കര ചൂടായിരുന്നു എന്നാലും നമ്മൾ ഓടിക്കയറി തൊഴുതു. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ക്ഷേത്രത്തിൻ്റെ മകുടം, അതായത് ആ കാണുന്ന മകുടം നിർമ്മിച്ചേക്കുന്നത് 81 കിലോ ഭാരമുള്ള ഒരു ഒറ്റ കല്ല് കൊണ്ടാണ്. ഏത് ഉച്ച സമയത്തും അതിന് നിഴൽ ഭൂമിയിൽ പതിക്കില്ല എന്നാണ് പറയാം. പിന്നെ നമ്മുടെ ഉച്ചക്കത്തെ ഫുഡ് തഞ്ചാവൂരിൽ നിന്ന് കഴിച്ച് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുക ചെയ്തത്. ഇടയ്ക്ക് ബ്രേക്ക് എടുത്തെങ്കിലും നമ്മൾ സ്ട്രെയിറ്റ് വീടന്നിരുന്നു. പിന്നെ വേറെ എവിടെയും കയറി കണ്ടൊന്നുമില്ല. ഭയങ്കര അടിപൊളിയായിട്ടുള്ള യാത്രയായിരുന്നു. അമ്പലങ്ങളിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങൾ ഒരേ വൈബുള്ളവരായതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ തഞ്ചാവൂർ ക്ഷേത്രം എന്നൊക്കെ പറയുമ്പം ഒരുപാട് കൊത്തുപണികളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങൾ നല്ല ഡാൻസൊക്കെ കളിച്ച് എൻജോയ് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഈ ഒരു ഡാൻസോട് കൂടി ഈ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.